യോഗ എന്നത് ഒരു മതവിഭാഗത്തിൻ്റെ ആചാരമാണോ? എങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണ്? ഒരു മതവിഭാഗത്തിൻ്റെ ആചാരം മറ്റൊരു സമൂഹം കടം കൊള്ളുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകമാണ്. ഈ കൊടുക്കൽ വാങ്ങലുകൾക്ക് വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. പക്ഷേ ആധുനിക ലോകത്ത് ഈ കടം കൊള്ളലുകൾ ചിലപ്പോൾ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാം. മതബോധം സങ്കുചിതമായ അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോയതിൻ്റെ ഉദാഹരണമാണ് മൂവാറ്റുപുഴയിൽ ഈയിടെ നടന്നത്. നഴ്സിംഗ് പഠനകാലത്ത് നടുവേദനയിൽ നിന്ന് മോചനം ലഭിക്കാനാണ് സിസ്റ്റർ ഇൻഫന്റ് ട്രീസ യോഗ പരിശീലിച്ചത്. പിന്നീടത് ദിനചര്യയായി. യോഗയിൽ താൽപര്യം കൂടിയപ്പോൾ 2002 ബംഗളൂരുവിൽ സ്വാമി വിവേകാനന്ദൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉപരിപഠനം നടത്തി. ഹൈന്ദവ രീതികൾ പിന്തുടരുന്നുവെന്ന ആരോപണം സിസ്റ്ററിന് ആദ്യം കേൾക്കേണ്ടി വന്നത് സ്വസമുദായത്തിൽ നിന്നാണ്. എന്നോട് ആദ്യം പറഞ്ഞു സൂര്യ നമസ്കാരം ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ മതത്തിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സൂര്യ നമസ്കാരം ഞാൻ ചെയ്യുന്നില്ല, ഞാൻ യേശു നമസ്കാരം ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ആൾക്കാരുടെ മുമ്പോട് ഞാൻ ഒരിക്കലും സൂര്യ നമസ്കാരം യേശു നമസ്കാരം ചെയ്യുന്ന ഞാൻ ഒരിക്കലും പറയാറില്ല. നമ്മൾ 1, 2, 3 വെച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. എൻ്റെ സുപ്പീരിയേഴ്സ് അധികാരിയോട് ഞാൻ പറയുന്നത് യേശു നമസ്കാരം, അതായത് ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ബൈബിളിലെ കൊട്ടേഷൻ, അതായത് ബാംഗ്ലൂർ സ്വാമി ഇവിടെ ആശ്രമത്തിൽ വെച്ചാണ്, ബെനഡിക്റ്റിൻ ആശ്രമത്തിൽ വെച്ചാണ് ഒരച്ഛനാണ് യേശു നമസ്കാരം ഉണ്ടാക്കിയത് തന്നെ. ഞാൻ ധ്യാനത്തിൽ നിന്നപ്പോൾ അച്ഛനാണ് ഇത് തന്നതും. ഇപ്പോൾ അച്ഛൻ കാനഡയിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പ്രാർത്ഥന പഠിക്കുന്നത്, യേശു നമസ്കാരം അന്ന് പഠിക്കുന്നത്. അതിന് 1, 2, 3 വെച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഈ ആരോപണങ്ങളെ നേരിടാൻ ബംഗളൂരു ആശീർവാനത്തിലെ ബെനഡിക്റ്റിൻ ആശ്രമത്തിൽ വെച്ച് സ്വാമി ദേവപ്രസാദിന്റെ കീഴിൽ യേശു നമസ്കാരം പരിശീലിക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ നിരവധി പേർക്ക് ക്ലാസ് എടുക്കുന്നു. ഇതിനെതിരെയാണ് സംഘപരിവാർ രംഗത്തെത്തിയത്. യോഗ ഭാരതത്തിൻ്റെതല്ല എന്ന് പറയാൻ സാധിക്കുമോ? അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥങ്ങൾ മനസ്സിലാക്കണം. ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു വിഷയം ഉണ്ടാക്കുകയാണെങ്കിൽ അതല്ല നമ്മൾ ഇതെല്ലാം ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ അംശത്തിലും ഇവിടുത്തെ ഓരോ ജീവജാലങ്ങളുടെയും ഓരോ 100 കോടി ജനങ്ങളുടെയും അംശത്തിൽ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവരുടെ പൂർവികരെല്ലാം ഭാരതീയരാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അറിവില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഹിസ്റ്ററി എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ യോഗ ഒരു മതത്തിൻ്റെയും അല്ല അതാണ്. അതായത് നമ്മുടെ പൂർവികർ മഹർഷിമാർ ധ്യാനിച്ച് മനുഷ്യർക്ക് ശാന്തി സമാധാനം ലഭിക്കണം. അതിന് ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആർക്കും ചെയ്യാവുന്ന ഒരു മതത്തിൻ്റെയും അല്ലാത്ത രീതിയിലാണ് യോഗ ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അറിയാതെ ക്രിസ്ത്യാനികളൊക്കെ ഇതിലേക്ക് വരാൻ താമസിച്ചു. എന്നാൽ ഈ ആചാരക്രമത്തെ അംഗീകരിക്കാൻ സംഘപരിവാർ സംഘടനകൾ തയ്യാറാകുന്നില്ല. ഹൈന്ദവരുടെ മതപരമായ ചടങ്ങാണ് സൂര്യനമസ്കാരം എന്നാണ് അവരുടെ അവകാശവാദം. മൂവാറ്റുപുഴയിലെ നിർമ്മല സെന്ററിലും തൊടുപുഴയിലെ സെന്റ് അൽഫോൺസ യോഗ സെന്ററിലുമായി 3000-ലേറെ പേർ സിസ്റ്ററുടെ ശിക്ഷണത്തിൽ യോഗ അഭ്യസിച്ചു കഴിഞ്ഞു. പന്ത്രണ്ട് ആസനങ്ങൾ ചേർന്നതാണ് ഈ വ്യായാമമുറ. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും വേണ്ടത്ര വ്യായാമം കിട്ടാൻ ഇത് സഹായിക്കുന്നുവെന്ന് പഠിതാക്കൾ പറയുന്നു. യോഗ പരിശീലനം എനിക്ക് പ്രഷറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മൂവാറ്റുപുഴ ഗവൺമെൻറ് ഷാജാൻ ഡോക്ടറുടെ ചികിത്സയില്ല. അപ്പോൾ അത് മരുന്നിലങ്ങനെ കുറയാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു, നമ്മുടെ സ്നേഹിതനോട് കൂടി വന്ന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഉണ്ടതിന് മുമ്പ് അറിയായിരുന്നു, അങ്ങനെ എന്നോട് വന്നത്. അതിൽ പിന്നെ എനിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മതത്തിൻ്റെ ആചാരം മറ്റൊരു മതം സ്വീകരിക്കുമ്പോൾ മതം കൂടുതൽ വിശാലമാവുകയല്ലേ വേണ്ടത്? പിന്നെ ഈ എതിർപ്പുകൾക്ക് എന്തടിസ്ഥാനമാണുള്ളത്?